ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈറലാവുകയും അതനുബന്ധിച്ച് മലയാള സിനിമയിലെ മിക്കവാറും പ്രമുഖ താരങ്ങൾ മുഴുവനും എയറിലായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എനിക്ക് ഈ ഒരു വിഷയത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സഹോദരന്മാരോടാണ്. എന്നാൽ ഇക്കൂട്ടത്തിൽ നമ്മുടെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരോടും കൂടിയാണ്. നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ പ്രതികരണ ശേഷി ഒരാളുടെ മുമ്പിലും പണയം വെക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത്തരം ആളുകൾ നമ്മളെ മുതലെടുക്കുകയാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അത് പുറം ലോകം അറിയുകയും അതോടുകൂടി ആ ഒരു അത്തരം ചൂഷണം ചെയ്യുന്ന ആളുകൾ ഒറ്റപ്പെടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രതികരിക്കാത്തോടത്തോളം കാലം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അവർക്ക് വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങളെപ്പോലെ പുതിയ പുതിയ ആളുകൾ അത്തരം ആളുകളുടെ വലയങ്ങളിൽ അല്ലെങ്കിൽ വലകളിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പ്രതികരിക്കുക എന്നുള്ളത്. ഏതൊരു പ്രശ്നത്തോടും ഉടൻ തന്നെ പ്രതികരിക്കുക. മിനിമം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ മിനിമം ഒന്ന് ഒച്ച വയ്ക്കുമ്പോൾ മറ്റുള്ള ആളുകൾ അത് അറിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് എല്ലാം കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ അറിയിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ അറിയപ്പെടുകയും അതിനൊരു പരിഹാരം ഉണ്ടാകപ്പെടുകയും മറ്റുള്ളവർ അത്തരം പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യും. ഈ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ നമ്മളെ എടുത്ത് പുറത്തു വന്നത് സിനിമാ മേഖലയിൽ മാത്രമാണെങ്കിലും ആക്ച്വലി ഇത് സിനിമാ മേഖലയിൽ സിനിമാ ഫീൽഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ ഒരു പ്രശ്നം രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടാവാം, മറ്റു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാം. ഒരുപാട് മേഖലകളിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഭൂരിഭാഗവും പെൺകുട്ടികളാണ് ഇത്തരം കാര്യങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതികരിക്കുക, ഇത്തരം പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഞാൻ ഈ പ്രതികരിക്കുക വീണ്ടും പറയാൻ കാരണം, ഇപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നടിമാർ, ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാം തന്നെ ഒരുമിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ചില ആളുകൾ, ചില പഴയ നടികളെല്ലാം തന്നെ 90കളിൽ നടന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. അന്ന് എനിക്ക് ഇത്തരം ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നു, ഇത്തരം ഒരു ആളിൽ നിന്ന് ഇതുപോലെ ഒരു പ്രശ്നം ഞാൻ നേരിട്ടിരുന്നു, അയാൾ ഇത്തരത്തിൽ എന്നെ ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 90കളിലും അതിൻ്റെ മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളോടാണെങ്കിലും പൊതുജനങ്ങളോടാണെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും എല്ലാം തന്നെ 90കളിലും അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് അവർ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇതിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. അവർക്ക് നേടേണ്ട അവസരങ്ങൾ അവർക്ക് തന്നെ നേടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളോട് വീണ്ടും ഞാൻ പറയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രതികരിക്കുക. ആളുകളെ നിങ്ങളെ പ്രശ്നങ്ങൾ അറിയിക്കുക. ഇന്ന ആളുടെ നിന്ന് എനിക്ക് ഇന്നത് നേരിടേണ്ടി വന്നു, ഇയാൾ ഇന്നത് ചെയ്തു. അത് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ല, ഇന്ന് നടന്ന സംഭവത്തിന് ഇന്ന് തന്നെ പ്രതികരിക്കുക. ഈ ഒരു നിമിഷം നടന്ന പ്രശ്നങ്ങൾക്ക് ഈ ഒരു നിമിഷം തന്നെ പ്രതികരിക്കുക. അതാണ് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് ആണെങ്കിലും നല്ലൊരു നിലപാടെടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ്. ലേഡീസ് ഇത്തരം പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ലേഡീസിന് ഒരു സമാധാനമാണ്. അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാനും കാണാനും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടും. ഇപ്പോൾ ഒരുപാട് നമ്മുടെ യൂത്ത് ഐക്കൺസ്, അതായത് യൂത്ത് നടന്മാർ, പൃഥ്വിരാജ്, ടോവിനോ തോമസ്, ഇത്തരം ആളുകളൊക്കെ ഒരു കാര്യവും ചിന്തിക്കാതെ, അതായത് ഈ ഒരു കാര്യത്തിൽ എത്ര വലിയ ആളാണെങ്കിലും സ്ഥാനമാനങ്ങളൊന്നും നോക്കാണ്ട് തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ഒരു ആള് ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് അയാളുടെ സ്ഥാനമാനങ്ങളൊന്നും നോക്കാതെ ഉടനെ തന്നെ പ്രതികരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ പ്രതികരിക്കുക. നമ്മുടെ പ്രതികരണമാണ് എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഗുഡ് ടൈം.